വിചാരണ പോലുമില്ലാതെ 6 വർഷം. 6 വർഷം ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു മനുഷ്യൻ എത്രത്തോളം വേട്ടയാടപ്പെടാമെന്നതിന്റെ ഉദാഹരണമാണ് ഉമർ ഖാലിദ്. ദ ഗാർഡിയനിൽ അദ്ദേഹത്തിൻ്റെതായി വന്ന പുതിയ അഭിമുഖം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ചില ഇരുണ്ട സത്യങ്ങളാണ് പുറത്തു കൊണ്ടുവരുന്നത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ 6 വർഷം എന്നത് വെറും ഒരു സംഖ്യയല്ല. 6 വർഷം കൊണ്ട് ഒരാൾ ചിലപ്പോൾ ബിരുദം നേടാം, അയാളുടെ ജീവിതം കെട്ടിപ്പടുക്കാം, ഒരു തൊഴിൽ കണ്ടെത്താം, വിവാഹം കഴിക്കാം, ഒരു കുടുംബം തന്നെ അദ്ദേഹത്തിന് കെട്ടിപ്പടുക്കാൻ കഴിയും. 2020 ഡൽഹി കലാപത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ഉമർ ഖാലിദ് ഒരു വിദ്യാർത്ഥി നേതാവും അന്യായം ചോദ്യം ചെയ്യുന്ന ശബ്ദവുമായിരുന്നു. ഇന്ന് 6 വർഷത്തിന് ശേഷം അദ്ദേഹം ജയിലിനുള്ളിൽ നിന്ന് സംസാരിക്കുന്നത് തകർന്നു വീഴുന്ന ഒരു മനുഷ്യന്റെ വേദനയല്ല, മറിച്ച് അടിച്ചമർത്തപ്പെടുന്ന ഒരു ചിന്തയുടെ കരുത്തുമായാണ്. തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ ഡിസ്റ്റോപ്പിയൻ അഥവാ തീർത്തും മോശമായ, സ്വാതന്ത്ര്യമില്ലാത്ത അടിച്ചമർത്തലുകൾ നിറഞ്ഞ അവസ്ഥയാണെന്നും താൻ വെറുമൊരു ഇരയല്ല, ആശയങ്ങൾ കൊണ്ടു നടക്കുന്ന ഒരാളാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഓരോ ദിനവും സൂര്യൻ അസ്തമിക്കുമ്പോൾ ജയിലറയിൽ താൻ അനുഭവിക്കുന്ന ഭയാനകമായ ഏകാന്തതയെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഒരു മനുഷ്യനെ ഇല്ലാതാക്കാൻ ഭരണകൂടം എങ്ങനെയാണ് ജയിലിനെ ഒരു ആയുധമാക്കുന്നത് എന്നതിന്റെ നേർക്കാഴ്ചയാണ് ഈ ഉമർ ഖാലിദ് എന്ന് പറയുന്നത്. ഏറ്റവും ശ്രദ്ധേയമായത് അദ്ദേഹം പ്രതിപക്ഷത്തോട് ചോദിക്കുന്ന ചോദ്യമാണ്: എവിടെയാണ് പ്രതിപക്ഷം? എവിടെയാണ് പ്രതിപക്ഷം? എവിടെയാണ് സിവിൽ സൊസൈറ്റി? തൻ്റെ പേര് പറയുമ്പോൾ പോലും ഭയക്കുന്ന ഒരു അവസ്ഥയിൽ നിശബ്ദത പാലിക്കുന്നവരെ അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത് ഒന്നു മാത്രമാണ്: ഇന്ന് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ആളില്ലെങ്കിൽ നാളെ ആരും അവശേഷിക്കില്ല. ഞാൻ തടവിലായിരുന്നാലും സ്വതന്ത്രനാണ് എന്ന ഭഗത് സിംഗിന്റെ വരികളാണ് ഈ 6 വർഷവും അദ്ദേഹത്തിന് തുണയായിട്ടുള്ളത്. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഉമർ ഖാലിദിനോട് യോജിക്കാം, വിയോജിക്കാം. പക്ഷേ ഒരു കാര്യം നമുക്ക് ചിന്തിക്കാം: കുറ്റക്കാരനാണെങ്കിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടണം, നിരപരാധിയാണെങ്കിൽ സ്വതന്ത്രനാകണം. എന്നാൽ ഈ 2 തീരുമാനങ്ങൾക്കിടയിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ 6 വർഷം, ആ 6 വർഷം നഷ്ടമാകുന്നത് നീതിയാണോ? അല്ലെങ്കിൽ അത് നമ്മുടെ നീതി വ്യവസ്ഥയെക്കുറിച്ചുള്ള ഒരു വലിയ ചോദ്യമാണ്. കുറ്റവാളിയാണെങ്കിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടട്ടെ, പക്ഷേ അത് എന്ത് തന്നെയായാലും നീതി അകാരണമായി വൈകുന്നത് നീതി നിഷേധിക്കപ്പെടുന്നത് പോലെയാണെന്ന് നമ്മൾ ഓർക്കണം. ഉമർ ഖാലിദിനെ പോലെ അനേകം ആളുകൾ വിചാരണ തടവുകാരായി തുടരുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ അന്തസ്സിന് ചെറുതാണോ? ഇതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുക. താങ്ക് യു.